മുഹറം അത് അള്ളാഹുവിൻ്റെ മാസമാണ്. മുഹറം 10 നോമ്പിനെ കുറിച്ച് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കഴിഞ്ഞുപോയ പാപങ്ങളെ പൊറുപ്പിക്കുമെന്നാണ്. അഫ്ദലു സിയാമി ബഅദ ശഹ്രി റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം എന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. റമളാൻ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും പവിത്രമായ മാസത്തിലെ നോമ്പ് എന്ന് പറയുന്നത് അത് മുഹറം മാസത്തിലെ 10 നോമ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ജൂതന്മാർ നോമ്പ് നോൽക്കുന്നത് കാണുന്നുണ്ട്. ഹബീബ് കാരണം അന്വേഷിച്ചപ്പോൾ മൂസാ നബിയെയും തൻ്റെ ജനതയെയും ഫിർഔനിൻ്റെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അത് മുഹറം 10 അതിൻ്റെ കാരുണ്യമെന്നോണം, നന്ദി എന്നോണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് നോൽക്കുകയും അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹബീബ് പറയുന്ന മറുപടി, മൂസാ നബിയോട് ഞങ്ങളാണ് ഏറ്റവും ബാധ്യതയുള്ളത്, അതുകൊണ്ട് ഞാനും നോമ്പ് നോൽക്കുന്നു. അങ്ങനെ ഹബീബ് തൻ്റെ സമുദായത്തോട് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇനി വരുന്ന വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 10 9 നോമ്പ് നോൽക്കുമെന്ന് മുത്ത് ഹബീബ് പറയുകയും പക്ഷേ അവിടെ നിന്ന് വഫാത്തായി പോവുകയും ചെയ്തു.